Good morning students, welcome to this video. നമ്മൾ ട്രാൻസിസ്റ്റർ ഏകദേശം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് അനദർ ടൈപ്പ് ആണ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ്. ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ ഷോർട്ട് ഫോമിൽ ഇതിനെ FET എന്നാണ് പറയുന്നത്. ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ്, FET. ഈ ട്രാൻസിസ്റ്റർ പാർട്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് PN ജംഗ്ഷൻ തൊട്ട് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ട്രാൻസിസ്റ്റർ പാർട്ട് നന്നായിട്ട് അറിയണം. അടുത്തത് ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫയർ നന്നായിട്ട് അറിയണം. അപ്പോൾ സാധാരണ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോൾ വീഡിയോ ആണ് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും ക്ലാസ്സിന് തുല്യമാവില്ല. അപ്പോൾ നിങ്ങളും കൂടെ ഒരു എഫർട്ട് എടുത്ത് നിങ്ങളും കൂടെ പഠിച്ചാൽ മാത്രമേ ഇത് സക്സസ് ആവത്തുള്ളൂ. നിങ്ങൾ യൂട്യൂബ് കാണുമ്പോൾ കഴിയുന്നത്ര പഠിക്കുന്ന സബ്ജക്ട് കാണാൻ ശ്രമിക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അതേപോലെ ഇലക്ട്രോണിക്സ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ സബ്ജക്റ്റും അറിയാൻ പറ്റും, കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും കഴിയും. അപ്പോൾ നമ്മൾ FET പറ്റി പഠിക്കാൻ പോവുകയാണ്. ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. ഓക്കെ, FET എന്ന് പറയുന്നതും നമ്മൾ നേരത്തെ പഠിച്ചത് BJT ആണ് പഠിച്ചത്. BJTയുടെ ഫുൾ ഫോം ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആയിരുന്നു. അതിന് 3 ടെർമിനലായിരുന്നു, എമിറ്റർ, ബേസ്, കളക്ടർ. ഇവിടെ FET ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. BJT ബൈപോളാർ ആണെങ്കിൽ FET എന്ന് പറഞ്ഞാൽ യൂണിപോളാർ ഡിവൈസ് ആണ്, സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം നമുക്ക് FET BJT തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് രണ്ടും 3 ടെർമിനൽ ഡിവൈസ് ആണ്. UJT അല്ല, BJTയും FETയും 3 ടെർമിനൽ ഡിവൈസ് ആണ്. പക്ഷേ FET യൂണിപോളാർ ആണ്, BJT ബൈപോളാർ ആണ്. BJTയുടെ ഫുൾ ഫോം തന്നെ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്. ഇവിടെ FET എന്ന് പറയുന്നത് യൂണിപോളാർ ഡിവൈസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ FETയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് FETയുടെ ടെർമിനൽസ് ഒക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഈ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ നമ്മൾ നേരത്തെ പഠിച്ച ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൽ output collector current of transistor is proportional to input current flowing into base terminal. Okay, അതായത് ട്രാൻസിസ്റ്ററിന്റെ, അതായത് BJT ട്രാൻസിസ്റ്ററിന്റെ കേസിൽ ഔട്ട്പുട്ട് കളക്ടർ കറന്റ് എന്ന് പറയുന്നത് ഇൻപുട്ടിലെ ബേസ് കറന്റിന് പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കളക്ടർ കറന്റ് ഇൻപുട്ടിലെ ബേസ് കറന്റിന് പ്രൊപ്പോർഷണൽ ആണ്. എവിടെ? നമ്മൾ നേരത്തെ ഇതുവരെ പഠിച്ച BJTക്കകത്ത് ഔട്ട്പുട്ട് കളക്ടർ കറന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് ബേസ് കറന്റ്. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇൻ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, നമ്മൾ ഇതുവരെ പഠിച്ച ട്രാൻസിസ്റ്ററിനകത്ത് ഔട്ട്പുട്ട് കളക്ടർ കറന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് കറന്റ് ഫ്ലോയിങ് ഇൻ ടു ബേസ് ടെർമിനൽ. നിങ്ങൾ കോമൺ എമിറ്ററിന്റെ കേസിൽ കളക്ടർ കറന്റ് ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു IB എന്ന് പഠിച്ചായിരുന്നു. ഓക്കെ, കളക്ടർ കറന്റ്, അതായത് ഔട്ട്പുട്ട് കറന്റ് എന്ന് പറഞ്ഞാൽ കളക്ടർ കറന്റ് ആണ്, ഇൻപുട്ട് കറന്റ് എന്ന് പറയുന്നത് ബേസ് കറന്റ് ആണ്. ഞാൻ ഈ സെന്റൻസിൽ അർത്ഥമാക്കുന്നത് ഔട്ട്പുട്ട് കളക്ടർ കറന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് ബേസ് കറന്റ്. അപ്പോൾ നമ്മൾ കോമൺ എമിറ്ററിന്റെ കേസിൽ കളക്ടർ കറന്റ് എന്ന് പറഞ്ഞാൽ ബീറ്റ ഇൻറ്റു IB എന്ന് പഠിച്ചു. ബീറ്റ എന്ന് പറഞ്ഞാൽ കറന്റ് ഗെയിൻ ആണ്. അപ്പോൾ ബേസ് കറന്റിനെ കറന്റ് ഗെയിൻ കൊണ്ട് ഗുണിക്കുന്നതാണ് ഔട്ട്പുട്ട് കളക്ടർ കറന്റ്. അതായത് ഔട്ട്പുട്ട് കളക്ടർ കറന്റ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് ബേസ് കറന്റ്. ഔട്ട്പുട്ട് കളക്ടർ കറന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് ബേസ് കറന്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം
ഈ BJT എന്ന് പറയുന്നത് ഒരു കറണ്ട് ഓപ്പറേറ്റഡ് ഡിവൈസ് ആണ്, കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് ആണ്. നമ്മൾ ഇതുവരെ പഠിച്ച BJT എന്ന് പറയുന്നത് കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് ആണ്, അല്ലെങ്കിൽ കറണ്ട് ഓപ്പറേറ്റഡ് ഡിവൈസ് ആണ്. കാരണം എന്താണ്? ഔട്ട്പുട്ട് കളക്ടർ കറന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് ബേസ് കറന്റ്. നമ്മൾ കോമൺ എമിറ്ററിൽ IC എന്ന് പറഞ്ഞാൽ ബീറ്റ ഇൻറ്റു IB എന്നൊക്കെ ഇക്വേഷൻ പഠിച്ചു. അപ്പോൾ നമുക്ക് പറയാം ഔട്ട്പുട്ടിലുള്ള കളക്ടർ കറന്റ് എന്ന് പറയുന്നത് ഇൻപുട്ടിലുള്ള ബേസ് കറന്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുകൊണ്ട് BJT എന്ന് പറയുന്നത് ഒരു കറന്റ് കൺട്രോൾഡ് ഡിവൈസ് ആണ്, അല്ലെങ്കിൽ കറന്റ് ഓപ്പറേറ്റഡ് ഡിവൈസ് ആണ്. ഓക്കെ, അപ്പോൾ BJT എന്ന് പറഞ്ഞാൽ കറന്റ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. കാരണം അതിന്റെ ഔട്ട്പുട്ട് കറന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് ബേസ് കറന്റ്. ഓക്കെ, ഔട്ട്പുട്ട് കളക്ടർ കറന്റ് ഓഫ് ട്രാൻസിസ്റ്റർ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് ബേസ് കറന്റ്. Thus, BJT is a current operated device. Okay. ഇനി FET എന്ന് പറയുന്നത് എന്ത് ഡിവൈസ് ആണെന്ന് നോക്കാം. ഓക്കെ, FET എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ച ട്രാൻസിസ്റ്ററിന് 3 ടെർമിനലായിരുന്നു. ഏതൊക്കെയായിരുന്നു? നമ്മൾ ഇതുവരെ പഠിച്ച ട്രാൻസിസ്റ്റർ, അതായത് BJTക്ക് 3 ടെർമിനലായിരുന്നു: ബേസ്, എമിറ്റർ, കളക്ടർ. ഓക്കെ, പക്ഷേ FETയുടെ കേസിൽ ബേസിന് പകരം ഗേറ്റ്, കളക്ടറിന് പകരം ഡ്രെയിൻ, ഗേറ്റ്, ഡ്രെയിൻ, സോഴ്സ്. അത് പിന്നെ നമ്മളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ BJTയുടെ 3 ടെർമിനൽ എന്ന് പറയുന്ന ബേസ്, കളക്ടർ, എമിറ്റർ ആണെങ്കിൽ FETയുടെ 3 ടെർമിനൽ എന്ന് പറയുന്ന ഗേറ്റ്, ഡ്രെയിൻ, സോഴ്സ്. ഓക്കെ, അങ്ങനെയാണ് 3 ടെർമിനൽ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ കാര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മള് FETയുടെ 3 ടെർമിനൽ എന്ന് പറയുന്നത് ഗേറ്റ്, ഡ്രെയിന്, സോഴ്സ്. ഇതാണ് 3 ടെർമിനൽ. ഇനി ഗേറ്റിൽ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആണ് FET വഴി പോകുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ FETയുടെ കേസിൽ നമ്മൾ ഗേറ്റിൽ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആണ് അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. FET, however, uses voltage that is applied to input terminal called the gate to control the current flowing through them. അപ്പോൾ FET കൂടെ പോകുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഗേറ്റിൽ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഓക്കെ, FETയുടെ ഗേറ്റ് ടെർമിനലിൽ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആണ് FETയിലൂടെയുള്ള കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഔട്ട്പുട്ട് കൺട്രോൾ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് വോൾട്ടേജ്. FETയുടെ കേസിൽ ഔട്ട്പുട്ട് കറന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് വോൾട്ടേജ്. BJTയുടെ കേസിലോ ഔട്ട്പുട്ട് കറന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് കറന്റ്. FETയുടെ കേസിൽ ഔട്ട്പുട്ട് കറന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ FETയുടെ കേസിൽ നമ്മൾ ഗേറ്റിൽ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ FETയിലൂടെ പോകുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ഈ ഗേറ്റ് എന്ന ടെർമിനൽ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം FETയുടെ കേസിൽ ഔട്ട്പുട്ട് കറന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ,
output current is proportional to input voltage in the case of FET. Okay. അപ്പോൾ നമുക്ക് പറയാം FET is a voltage controlled device. FET is a voltage controlled device. അതുകൊണ്ട് നമുക്ക് പറയാം FET ഒരു വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ്. BJT നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. BJTയിൽ ഔട്ട്പുട്ട് കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് കറണ്ട്. അതായത് ഔട്ട്പുട്ട് കളക്ടർ കറണ്ട് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് ബേസ് കറണ്ട്. പക്ഷേ FETയിൽ ഔട്ട്പുട്ട് കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അതുകൊണ്ട് FET എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ്. BJT എന്ന് പറഞ്ഞാലോ ഒരു കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് ആണ്. ഓക്കെ. അപ്പോൾ FETയുടെ ഔട്ട്പുട്ട് കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ഗേറ്റിൽ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അതുകൊണ്ട് നമ്മൾ FETയെ വിളിക്കുന്ന പേര് വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് എന്നാണ്. ഓക്കെ. ഇനി അടുത്തത് BJT എന്ന് പറഞ്ഞാൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്നാണ് എന്റെ ഫുൾ ഫോം. അപ്പോൾ BJT ഒരു ബൈപോളാർ ഡിവൈസ് ആണ്. ഓക്കെ. BJT കറന്റ് കണ്ടക്ഷൻ ക്യാരി ചെയ്യുന്നത് മെജോറിറ്റി കാരിയേഴ്സും ചെയ്യും, മൈനോറിറ്റി കാരിയേഴ്സും ചെയ്യും. പക്ഷേ FETയിൽ കണ്ടക്ഷൻ ക്യാരി ചെയ്യുന്നത് മെജോറിറ്റി കാരിയേഴ്സും മാത്രമേ ഉള്ളൂ. ഓക്കെ. FETയിൽ കണ്ടക്ഷൻ ക്യാരി ചെയ്യുന്നത് മെജോറിറ്റി കാരിയേഴ്സ് ആണ്. ഓക്കെ. FET differs from conventional junction transistor also in that its operation depends on the flow of majority carriers only. FETയിൽ കണ്ടക്ഷൻ ക്യാരി ചെയ്യുന്നത് മെജോറിറ്റി കാരിയേഴ്സ് മാത്രമാണ്. ഒന്നുകിൽ ഹോൾസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ, രണ്ടും കൂടെ ക്യാരി ചെയ്യത്തില്ല. അതുകൊണ്ട് FETയിൽ കണ്ടക്ഷൻ ക്യാരി ചെയ്യുന്നത് ഒരു കാരിയർ മാത്രമാണ്, മെജോറിറ്റി കാരിയേഴ്സ് മാത്രമാണ്. മൈനോറിറ്റി കാരിയേഴ്സ് കണ്ടക്ഷന്റെ ഭാഗമാകുന്നില്ല. അപ്പോൾ കണ്ടക്ഷൻ സാധ്യമാക്കുന്നത് മെജോറിറ്റി കാരിയേഴ്സ് മാത്രമാണ്, ഒന്നുകിൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് യൂണിപോളാർ ഡിവൈസ്. യൂണിപോളാർ ഡിവൈസ്. അപ്പോൾ ഇതാണ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്. അതൊരു ബൈപോളാർ ഡിവൈസ് ആണ്. അതിൽ കറണ്ട് കണ്ടക്ഷൻ നടക്കുന്നത് മെജോറിറ്റി കാരിയേഴ്സും മൈനോറിറ്റി കാരിയേഴ്സും മൂലമാണ്. അതുകൊണ്ട് അതിനെ ബൈപോളാർ എന്ന് പറയുന്നു. പക്ഷെ FETയിൽ നടക്കുന്നത് കണ്ടക്ഷൻ സാധ്യമാകുന്നത് മെജോറിറ്റി കാരിയേഴ്സ് മൂലം മാത്രമാണ്, ഒന്നുകിൽ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഹോൾസ്. ഓക്കെ. അതുകൊണ്ട് FETയെ വിളിക്കുന്ന പേര് യൂണിപോളാർ ഡിവൈസ് എന്ന് വിളിക്കും. ഇനി നമ്മൾ ഇതുവരെ പഠിച്ച BJT കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് ആണ്. കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് ആണ്. കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് ആണ്. കാരണം നമ്മൾ കോമൺ എമിറ്ററിൽ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് ബീറ്റ ഇൻറ്റു IB എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് കളക്ടർ കറണ്ട് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് ബേസ് കറണ്ട്. അതുകൊണ്ട് BJT എന്ന് പറയുന്നത് കറണ്ട് കൺട്രോൾ ഡിവൈസ് ആണ്. പക്ഷെ FET ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഗേറ്റ്, ഡ്രെയിൻ, സോഴ്സ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കും. ആ ഗേറ്റിൽ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. FETയുടെ കേസിൽ ഔട്ട്പുട്ട് കറണ്ട് controlled by input voltage. അതുകൊണ്ട് FET ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. ഓക്കെ.
ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ. FET എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. BJT എന്ന് പറയുന്ന ഒരു കറന്റ് കൺട്രോൾ ഡിവൈസ് ആണ്. FET യൂണിപോളാർ ആണ്, BJT ബൈപോളാർ ആണ്. ഓക്കെ.